ഹലോ ഫ്രണ്ട്സ്, ഈ തിക്കും തിരക്കും പിടിച്ച് ഞാൻ എങ്ങോട്ടാണെന്നറിയോ വണ്ടി കുത്തിക്കയറ്റി എത്തിയത്. ദേ കണ്ടോ ഈ കാഴ്ചയിലേക്ക്. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഓടി എത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് പാനിച്ച് വേറച്ച് അങ്ങനെ കിടന്ന് എൻ്റെ ക്രിസ്മസ് ദിവസങ്ങൾ നഷ്ടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കാഴ്ച കാണണമെന്ന് വെപ്രാളപ്പെട്ട് ഓടിയെത്തിയത്. അങ്ങനെ ഈ കാഴ്ച കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ഓടി പിടച്ചെത്തിയപ്പോഴാണ് റോഡും തിരക്ക്, ചർച്ചും തിരക്ക്, പള്ളിയും തിരക്ക്, എല്ലായിടവും തിരക്കോടെ തിരക്ക്. അങ്ങനെ നമ്മൾ എടപ്പള്ളി പള്ളിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടുത്തെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചുറ്റിക്കറങ്ങി കഴിഞ്ഞ് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ സെക്ഷനിലാണ് എത്തിയത്. ഇവിടെ പുൽക്കൂടിൻ്റെ ഒരു വലിയ സ്റ്റോൾ തന്നെയുണ്ട്. ഒരുപാട് പുൽക്കൂട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഓരോ തവണയും വരുമ്പോൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടുകളാണ് എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഉണ്ടാവാറുണ്ട്, അല്ലാതെ സ്റ്റോളുകളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ലൈറ്റ്സിലൂടെ ഒന്ന് ഓടിയെടുത്തി ഞാൻ താഴത്തെ പള്ളിയിലൊന്ന് പ്രാർത്ഥിക്കാൻ കയറി കേട്ടോ. ലൈറ്റ്സ് മാത്രം കണ്ടാൽ പോരല്ലോ, ദൈവത്തിനോട് പ്രാർത്ഥിക്കണ്ടേ. അങ്ങനെ ഞാൻ മുകളിലെത്തിയപ്പോഴാണ് പള്ളിയിലൊന്നും അധികം ആരുമില്ല. എല്ലാവരെയും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കില്ല. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കസർത്താണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബൊഗൈൻവില്ലയും ലൈറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. അങ്ങനെ ഇരിക്കും 10-10 ആയി. വയറ്റിൽ വിളി തുടങ്ങി, വിശക്കുന്നു, ബായോ ഓടിപ്പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ ഓടിയത് നമ്മുടെ എടപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എടപ്പള്ളി. അപ്പോൾ അങ്ങനെ എത്തിയത് സ്ട്രീറ്റ് സ്റ്റോറിലോട്ടാണ്. ഇവിടുത്തെന്ന് വെച്ചാൽ ചാർക്കോൾ ഷവർമയാണ്, അടിപൊളി. അപ്പോൾ അങ്ങനെ ചാർക്കോൾ ഷവർമ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി ബേബി ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അടുത്തൊരു കൊച്ച് ഐസ്ക്രീം കഴിക്കുന്നു. എന്തായാലും ഐസ്ക്രീം വാങ്ങിച്ചു തരത്തില്ലെന്ന് ഞാൻ. അങ്ങനെ അവനോട് പറഞ്ഞ് ഞാനൊരു ബ്രെഡ് ഓർഡർ ചെയ്തു. ആ ബ്രെഡ് എന്ന് പറയുന്നത് വിശക്കുന്നുണ്ട് ആദ്യം തന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചിക്കൻ ഉണ്ട്, ചീസ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, ഇത്രയും സാധനം കണ്ട്, പിന്നെ കുരുമുളക് പൊടി ഉണ്ട്. ഇതെന്തായാലും ഞാൻ കഴിച്ചു. അപ്പോൾ അത് സീവയുടെ ഇരിപ്പ് കണ്ടില്ലേ. അവൻ ഐസ്ക്രീം വേണം. ഞാൻ പറഞ്ഞു നിനക്ക് ഐസ്ക്രീം വേണോ ഷവർമ വേണോ, ഏത് വേണം? അവൻ ഷവർമ. അങ്ങനെ ഷവർമയിൽ പിടിച്ച് ഞങ്ങൾ ഷവർമ തട്ടിക്കൂട്ടി അവിടുന്ന് ഇവിടുന്ന് തോണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. വയറ് കുറച്ചൊന്ന് ഫില്ലാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അവന് കൊടുത്തുകൊണ്ടിരിക്കണം. അവൻ അതിൻ്റെ ഇടയിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എന്താ പറയുക ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രഞ്ച് ഫ്രൈസും തിരഞ്ഞു പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഞങ്ങൾ എവിടെ ചെന്നാലും അവതരിപ്പിക്കുന്നതാണ് ചായ. ആദ്യം തന്നെ ചായയാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമില്ല, എല്ലായിടത്തും ലാസ്റ്റാണ് കൊണ്ടുവെക്കുന്നത്. എന്താണെന്നറിയത്തില്ല. ഞാൻ എവിടെ അവതരിപ്പിച്ചാലും പാളിച്ചയാണ്. എന്തായാലും പറഞ്ഞ് ഞാൻ ചായയും കോഫിയും ആദ്യം എത്തിക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ അവസാനം എത്തി. അങ്ങനെ ഞാൻ ചായയും ഷവർമയും അതിനൊപ്പം തന്നെ സീ ബേബിക്ക് ലൈമ് വേണമെന്ന് പറഞ്ഞു. ലൈമ് കൊണ്ടു തന്നപ്പോൾ 2 ലൈമ് കിട്ടി. അങ്ങനെ ഓസിന് ആ ലൈമ് കഴിച്ച് ഞാനങ്ങനെ വയറൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രി ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഒരു ആശ്വാസമായി. ബായ്.